സോഷ്യൽ വർക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ICD സൂപ്പർവൈസർ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കായി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. കുറച്ച് പേരൊക്കെ കോച്ചിങ് സെന്ററുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ടാകാം, മറ്റു ചിലർ സെൽഫ് സ്റ്റഡി ആകാം. ഏത് മെത്തേഡ് ആണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓരോ ടോപ്പിക്കും കൺസെപ്റ്റ് ക്ലിയർ ആക്കി കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്ന മെത്തേഡിലായിരിക്കും നമ്മൾ വീഡിയോ മുന്നോട്ട് പോകുന്നത്. ഇത് ICDS പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടും കൂടിയാണ്. ഹോം സയൻസ് സബ്ജക്റ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോം സയൻസ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഫിസിയോളജി ആൻഡ് മൈക്രോബയോളജിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ICD സൂപ്പർവൈസർ എക്സാമിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫിസിയോളജി ആൻഡ് മൈക്രോബയോളജി ഫസ്റ്റ് മൊഡ്യൂൾ ഹോം സയൻസിൽ വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് ഈ മൂന്ന് കമ്പോണൻസ് ആണ്. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പൊ അതിലെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ചെയ്യുന്നത് അടുത്ത പാർട്ടുകൾ ഒരു വീഡിയോയിലായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തിനാണ് ആക്ച്വലി ഭക്ഷണം കഴിക്കുന്നത്, അല്ലെ ഫുഡ് നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എനർജി വേണം. ഈ ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഭക്ഷണം കഴിക്കുന്നത്. ഈ ഭക്ഷണം നമ്മൾ വായിലൂടെ കഴിക്കുന്നു, പല്ലുകൾ ചവച്ചരച്ച് ആ ഒരു രൂപത്തിലാക്കിയ ഒരു ഭക്ഷണം നമ്മൾ ഇറക്കുന്നു. അങ്ങനെ അത് സ്റ്റൊമക്കിലേക്ക് വരുന്നു, അവിടെ ദഹനം നടക്കുന്നു. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അങ്ങനെ അവസാനം രക്തത്തിലൂടെ നമുക്ക് അതിന്റെ വിസർജ്യം പുറം തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജനറലി ഇതൊക്കെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത്. പക്ഷെ നമ്മൾ ഓരോ ഭാഗങ്ങളിലും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളും, അതിന്റെ ഡൈജസ്റ്റീവ് ജ്യൂസസ്, അതുപോലെ തന്നെ എൻസൈംസ്, അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ജനറലി ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഭാഗങ്ങളും നമുക്ക് ആദ്യം എടുത്തു തുടങ്ങാം. മൗത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൗത്ത് റീജിയനിൽ നമുക്കറിയാം, നന്നായി വിശന്നിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്നത് വെച്ചാൽ നമുക്ക് നന്നായി സലൈവ നമ്മുടെ വായിൽ വരും. അതിന്റെ തോത് വളരെയധികം കൂടുതലായിരിക്കും. അല്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വായിൽ സലൈവ വന്ന് നിറഞ്ഞ് ചവച്ചടിക്കുമ്പോഴൊക്കെ സലൈവയുടെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ മെയിൻ ആയിട്ട് ഈ സലൈവയിൽ എന്താണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻസൈം പ്രസന്റ് ആണ്. അത് നമ്മൾ അമിലേസ് എന്ന് പറയുന്ന എൻസൈം നമുക്ക് സലൈവയിൽ കാണാനായിട്ട് സാധിക്കും. ഈ എൻസൈം വായിൽ വെച്ച് തന്നെ സ്റ്റാർച്ചിനെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് സിമ്പിൾ യൂണിറ്റ്സ് ആയിട്ടുള്ള ഷുഗറിന്റെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നുണ്ട് സ്റ്റാർച്ച്. ഓക്കെ, അത് എവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? മൗത്തിൽ നിന്ന് തന്നെ, മൗത്ത് റീജിയനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡൈജഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ആക്ച്വലി മൗത്ത് ടു റെക്ടം നമുക്കൊരു ആ പ്രോസസ്സ് നടക്കുന്ന കനാലിനെയാണ് നമ്മൾ അലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് ഉടനീളം പല രീതിയിലുള്ള പ്രോസസ്സാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നന്നായി ചവച്ചരഞ്ഞ് അരച്ചിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾക്ക് അന്നനാളത്തിലൂടെ വയറ്റിൽ, അതായത് സ്റ്റൊമക്കിൽ എത്തിച്ചേരുന്നത്. ഈ ഒരു അന്നനാളത്തെ നമുക്ക് ഈസോഫാഗസ് എന്ന് പറയാനായിട്ട് സാധിക്കും. സ്റ്റൊമക്കിൽ എത്തിച്ചേരുന്ന ഈ ഭക്ഷണം പിന്നീട് ഡൈജഷൻ പ്രോസസ്സിന് വിധേയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് കുറച്ച് എൻസൈംസിന്റെയും അതുപോലെ തന്നെ ചില ഗാസ്ട്രിക് ജ്യൂസസിന്റെയൊക്കെ പ്രസൻസ് ആവശ്യമാണ്. ഓക്കെ, അത്തരത്തില് ഡൈജഷൻ ചെയ്യപ്പെടുന്ന ഭക്ഷണം പിന്നീട് അബ്സോർപ്ഷൻ ചെയ്യപ്പെടുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അതിനുശേഷം ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് വാട്ടർ നന്നായി അബ്സോർബ് ചെയ്തതിനു ശേഷം തീർച്ചയായിട്ടും ഒരു തരത്തിലും ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു വേസ്റ്റ് പദാർത്ഥമായിട്ടാണ് പിന്നീട് അത് പുറന്തള്ളപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ജനറലി ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞത്. ഇനി ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ, ലിവറിന്റെ പ്രസൻസും പാൻക്രിയാസിന്റെ ഇൻഫ്ലുവൻസും ഗാൾ ബ്ലാഡറിന്റെ ഇൻഫ്ലുവൻസും, അങ്ങനെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ തന്നെ 3 ഭാഗമായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടി കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് ഒരു എക്സാം പാറ്റേണിൽ നമുക്ക് ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കാനും ഈ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഓർത്ത് വെക്കാനായിട്ടും സാധിക്കും.
അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ദ പ്രോട്ടിയോലിറ്റിക് എൻസൈം പ്രസന്റ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്. അപ്പൊ പ്രോട്ടിയോലിറ്റിക് എൻസൈം എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസിനെയാണ് നമ്മൾ ജനറലി പ്രോട്ടിയോലിറ്റിക് എൻസൈം എന്ന് പറയുന്നത്. അപ്പൊ പാൻക്രിയാറ്റിക് ജ്യൂസിൽ നമുക്ക് ഇത്തരത്തിലൊരു പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈം കാണാനായിട്ട് സാധിക്കും. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഉത്തരത്തിൽ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ട്രിപ്സിൻ ആണ്. അപ്പൊ ട്രിപ്സിൻ ആണ് പാൻക്രിയാറ്റിക് ജ്യൂസിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള പ്രോട്ടിയോലിറ്റിക് എൻസൈം എന്ന് പറയുന്നത്. ഇനി കറക്റ്റ് ഓർഡർ സീക്വൻസ് എന്താണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറേഞ്ച് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പൊ അതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതിന്റെ സ്റ്റെപ്പുകൾ നമ്മൾ നോക്കി കഴിയുകയാണെങ്കിൽ ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഇൻജഷൻ. ഇൻജഷൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന പ്രോസസ്സിന്, വായിൽ വെച്ച് ചവച്ചടിക്കുന്ന അവിടം വരെ എത്തുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻജഷൻ എന്ന് പറയുന്നത്. ഡൈജഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഡൈജഷൻ ചെയ്യപ്പെടുക അല്ലെ, സ്റ്റൊമക്കിൽ വെച്ച് ഡൈജഷൻ നടക്കുന്നു. അബ്സോർപ്ഷൻ എന്ന് പറയാന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു ഡൈജഷൻ ചെയ്യപ്പെട്ട ഈ ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് നമുക്ക് ആവശ്യം വേണ്ട മിനറൽസ്, വൈറ്റമിൻസ്, ഇതൊക്കെ അബ്സോർപ്ഷൻ ഇൻഡസ്ട്രൈനിലൂടെ അബ്സോർപ്ഷൻ ചെയ്യപ്പെടുന്നു. അതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അബ്സോർപ്ഷൻ ചെയ്യപ്പെടുന്നത് പല രീതിയിലുള്ള ബ്ലഡിന്റെ പല ഘടകങ്ങളിലൂടെ, ബ്ലഡിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സെല്ലുകളിൽ എത്തിച്ചേരുന്ന ആ ഒരു പ്രോസസ്സ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇജഷൻ നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റിന് പുറന്തള്ളപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ഇജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി എന്തിന്റെ ഓർഡർ, നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു പ്രോസസ്സിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ സംശയമുള്ള ചില ടേംസ് ഉണ്ടായിരിക്കും. അതൊരു പക്ഷെ ഇജഷനും അസിമിലേഷനും ഒക്കെ ആയിരിക്കാം. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ് നമ്മൾ. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് ബിഗിൻസ്? പ്രോട്ടീൻസ് ശരീരത്തിലെ ഏത് ഭാഗത്താണ് അതിന്റെ ഡൈജഷൻ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സ്റ്റൊമക് ആണ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? അപ്പൊ നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്കിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസിലാണ് ഈ ഡൈജഷൻ നടക്കുന്നത്. എന്തിനാ വേണ്ടിയിട്ടായിരിക്കും ആക്ച്വലി ഇങ്ങനെ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് വരുന്നത്? അപ്പം പെപ്സിൻ എൻസൈം ആക്റ്റീവ് ആകണമെങ്കിൽ ഒരു പി എച്ച് വാല്യൂ വളരെയധികം കുറഞ്ഞിരിക്കണം. മീൻസ് ഒരു അസിഡിക് നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പെപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥത്തിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയകൾ വരുന്നുണ്ടെങ്കിൽ അവയെ കില്ല് ചെയ്യാനും അവയെ നശിപ്പിക്കാനും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് മുഖേന സാധിക്കുന്നുണ്ട്. പെപ്സിൻ മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? പെപ്സിൻ എൻസൈം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡൈജഷന് വേണ്ടിയിട്ടാണ് പെപ്സിൻ എൻസൈം ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ളത്. അപ്പൊ ഇത് ഇഫക്റ്റീവ് ഫോം എന്ന് പറയുന്നത് പെപ്സിൻ ആണ്. അതിന്റെ ഇഫക്റ്റീവ് അല്ലാത്ത ഒരു ഫോം എന്ന് പറയുന്നത് പെപ്സിനോജൻസ് ആണ്. അത് ഇഫക്റ്റീവ് ആകുന്നത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസിലാണ്. അപ്പൊ നമുക്കൊരു സംശയം വരും, ഇങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഉപദ്രവമല്ലേ അത്? നമ്മുടെ എന്താ പറയുക, സ്റ്റൊമക്ക് പോലെയുള്ള റീജിയനിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് നശിച്ചു പോകില്ലെന്നൊരു സംശയം ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ട്, ഒരു ലൂബ്രിക്കേറ്റ്സ് ഫുഡ്, പ്രൊട്ടക്ട് സ്റ്റൊമക് ലൈനിങ് ഫ്രം ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ മ്യൂക്കസ് ലൈനിങ് ഉള്ള കാരണം ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ അൺഡൈജസ്റ്റഡ് ഫുഡ് സ്റ്റോർഡ് ഇൻ ദ ലിവർ ഇൻ ദ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഈസ് കോൾഡ്. ഗ്ലൈക്കോജൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണം എനർജി രൂപേണ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു ഗ്ലൂക്കോസിലാണ് ബേസിക് യൂണിറ്റ്. അതിന്റെ ഒരു ശൃംഖല പോലെ വരുന്നതാണ് ഗ്ലൈക്കോജൻ. അത് ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇൻ വിച്ച് പാർട്ട് ഓഫ് അവർ ബോഡി ഫുഡ് ഗെറ്റ്സ് അബ്സോർബ്ഡ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നെയിം ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ദ ബോഡി. ഇനാമിൽ, പല്ലിൽ കാണുന്ന ഇനാമിലാണ് ഹാർഡസ്റ്റ് മെറ്റീരിയൽ പ്രസന്റ് ഇൻ അവർ ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ബൈൽ ജ്യൂസ് സെക്രീറ്റഡ് ബൈ ലിവർ? അപ്പോൾ ബൈൽ ജ്യൂസ് ലിവർ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് മെയിൻ ആയിട്ട് ഫുഡിന് ആൽക്കലൈൻ നേച്ചർ വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൈൽ എന്ന് പറഞ്ഞ ഒരു യെല്ലോ ഗ്രീനിഷ് കളർ ലിക്വിഡ് ആണ്. അപ്പൊ അതിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫുഡിനെ ആൽക്കലൈൻ നേച്ചറിലേക്ക് മാറ്റണം. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രസൻസ് ഉള്ള കാരണം തന്നെ ഒരു അസിഡിക് ഫോമിൽ നിന്ന് ആൽക്കലൈൻ നേച്ചറിൽ മാറ്റണം.
അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ അസിഡിക് ഫോർമേഷനിൽ ഒരു ചേഞ്ച് വരുത്തേണ്ടി വരുന്നത്? ഓക്കെ, നമ്മുടെ ഈ ഫാറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ നമുക്ക് ഡൈജഷൻ പ്രോസസ്സിൽ വിധേയമാക്കണമെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ലിപ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈമാണ് കാരണമാകുന്നത്. ഈ ലിപ്പേസിന് പ്രവർത്തിക്കണമെങ്കിൽ ഫുഡ് ആൽക്കലൈൻ നേച്ചറിലേക്ക് ആകണം. ഈ ആൽക്കലൈൻ നേച്ചറിലേക്ക് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ലിവർ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബൈലുമായി ചേർന്നിട്ടാണ് ലിപ്പേസ് ഫാറ്റ് മോളിക്യൂൾസിനെ എന്താക്കി മാറ്റുന്നത്? അത് അതിന്റെ ഡൈജഷൻ പ്രോസസ്സിലേക്ക് വിധേയമാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഈ ആൽക്കലൈൻ നേച്ചർ ഉള്ള ഒരു ഭക്ഷണാക്കുന്നതിലെ ബൈലിലെ ഒരു പ്രത്യേകതയുണ്ട്. ബൈലിൽ സോൾട്ട് കണ്ടന്റ് ഉണ്ട്. ഈ സോൾട്ട് കണ്ടന്റ് കാരണമാണ് ഈ വലിയൊരു ഫാറ്റ് മോളിക്യൂളിനെ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആക്കി മാറ്റും. ഇമൽസിഫിക്കേഷൻ ഫങ്ഷൻ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ സ്മോൾ മോളിക്യൂൾസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമുക്ക് ഈ ഫാറ്റ് മോളിക്യൂൾസിനെ ചെറിയ മോളിക്യൂൾസ് ആക്കിയിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ഇനി നമ്മൾ മുന്നോട്ടുള്ള വീഡിയോസിലൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഐഡിയ, അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ICDS സൂപ്പർവൈസർ എക്സാമിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സംശയങ്ങൾ, അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ഈ ക്ലാസ് എടുത്തതിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി.